യദു, നമ്മൾ ഓക്കിസത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. വളരെ രസകരമായ കുറേ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ കാലങ്ങളായിട്ടിപ്പോൾ ഈ സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് ചില പദങ്ങൾ വളരെ ചർച്ചയാവാറുണ്ട്. നേരത്തെയൊക്കെ നമ്മളെന്ന് പറയാൻ പാടില്ല, നിങ്ങൾ തൊട്ടടുത്ത തലമുറയാണ്. അപ്പോൾ ഒരു സമയത്ത് ജനറേഷൻ നെക്സ്റ്റ് എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ നമ്മൾ കേട്ടിരുന്നു. ഇന്നിപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായ ഒരു പദമാണ് വൈബ്. വൈബ് എന്ന് പറഞ്ഞൊരു പദം ഭയങ്കര ഹിറ്റായി. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മനസ്സിലാകാത്ത ഒരുപാട് പദങ്ങൾ വരുന്നുണ്ട്. ഈ മനസ്സിലാകാത്ത ഒരുപാട് പദങ്ങൾ വരുന്നുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഇത് കേട്ടിരിക്കുന്ന നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ അപ്പം തന്നെ മനസ്സിൽ ഒരു കാര്യം അവരുടെ മനസ്സിൽ വരും. എന്തായിരിക്കും? തന്ത വൈബാണ് ചേട്ടൻ എന്ന് വരും, ഇല്ലേ? അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റ് ഇടയ്ക്കൊക്കെ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ കൂട്ടുകാർ കൂടുമ്പോഴും ഒക്കെ ഈ ഇവൻ തന്ത വൈബാണ് അല്ലെങ്കിൽ തള്ള വൈബാണ് എന്നുള്ളത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പേര് നമുക്കൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ നമ്മൾ കേട്ടിട്ട് കേൾക്കാത്ത ഭാഗത്തിൽ അങ്ങ് നടന്നു പോകാൻ പതിവ്. അപ്പോൾ എന്താണ് ഈ വൈബ് അല്ലെങ്കിൽ ഈ തന്ത വൈബ് എന്നുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദപ്രയോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് തോന്നുന്നു അതിനെപ്പറ്റി? ഇപ്പം ജെൻസി സ്ലാങ് എന്നാണ് ഈ പുതിയ പ്രയോഗങ്ങളൊക്കെ വരുന്നത്. താങ്ക്സ്. അല്ല, എനിക്കൊരു പുതിയ പ്രയോഗം കിട്ടിയല്ലോ. ജെൻസി സ്ലാങ്. ഓക്കെ, പറയൂ. ജെൻസി സ്ലാങ് ഇപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായി ഇത്തരം. കാരണം ഓൺലൈൻ ഇപ്പം എല്ലാം നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്കാണെങ്കിലും അമേരിക്കയിലെയും അവിടത്തേക്ക് കോണ്ടൻറ്റുകൾ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് പ്രയോഗങ്ങൾ കിട്ടുന്നുണ്ട്. എല്ലാ തലമുറയിലും ജനറേഷൻസിലും ഇതുപോലെ കുറേ സ്ലാങ്സ് വരുന്നുണ്ട്. അപ്പം ഈ വൈബ് എന്ന് പറയുന്നത് വൈബ്രേഷൻസ് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. ഒരു അറ്റ്മോസ്ഫിയർ എന്നൊക്കെ ഉള്ളൊരു അർത്ഥമാണ് വരുന്നത്. നല്ല വൈബുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞു വരുന്നത് അതാണ്. തന്ത വൈബ് എന്നുള്ളത് ഒരു കാലത്ത് അമ്മാവൻ കോംപ്ലക്സ് എന്ന് കുറച്ച് കാലം പറഞ്ഞൊരു സംഗതിയാണ്. ഇപ്പം തന്ത വൈബ്, അമ്മാവൻ സിൻഡ്രോം, അങ്ങനെയൊക്കെ പറയാം. അമ്മാവൻ സിൻഡ്രോം, അമ്മാവൻ കോംപ്ലക്സ് എന്നൊക്കെ ഉള്ളത്. ഇത് ഇപ്പം പറയുന്ന കേട്ടതൊന്നും ഈ ഇടയ്ക്കായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇത് പ്രാചീന കാലം മുതലേ ഉള്ള സംഗതിയാണ്. എന്താണിപ്പോൾ ഇത് കേട്ടിട്ടില്ലാത്തുള്ള പ്രേക്ഷകർക്കായിട്ട് ഡിഫൈൻ ചെയ്യാം. ഇപ്പം ഒരാളിങ്ങനെ നടന്നു പെട്ടെന്ന് നല്ല മുടിയൊക്കെ കളർ അടിച്ച ഒരു പയ്യൻ ബൈക്കിൽ ഷൂവും മുനിസ് പോകുന്നു. ഇവ ഇത് എങ്ങോട്ട് പോകുന്നു, ഇവയൊക്കെ പോയി അടയാവാൻ തന്നെ എന്ന് പറയുന്നതാണ് തന്ത വൈബ്. അതിൻ്റെ ഒരു ഉദാഹരണം ഇതുപോലെ പുതിയ തലമുറയിലെ കുട്ടികൾ എന്തെങ്കിലും കാണിച്ചാൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുക. ഇതാണ് തന്ത വൈബ്. കൂടുതലും പ്രായമായവരാണ് ഇത് ചെയ്യുന്നത്. പ്രായമാവാത്തവർ ഇങ്ങനെ എന്തെങ്കിലും കമൻ്റ് ഇട്ടാൽ അവരെ തന്ത വൈബ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തും. ഇതാണ് തന്ത വൈബ്. ഇത് പക്ഷേ ഇപ്പം സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയാവുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ രണ്ട് സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് ചില ആൾക്കാർ തന്ത വൈബിനെ അനുകൂലിച്ച് പറയുന്നുണ്ട്. പണ്ടൊക്കെ ഉള്ളവരാണ് മാന്യന്മാർ, വളരെ പക്വതയുള്ള ആളുകളാണ്, ഇപ്പോൾ ഉള്ള പിള്ളേർക്കൊന്നും വിവരമില്ല, അവർ റാഷാണ്. അതേസമയം ജെൻസി ആൾക്കാർ, കുട്ടികൾ 2000-ന് ശേഷം ജനിച്ചവർ, അവർ തന്ത വൈബുകാരെ എതിർത്തുകൊണ്ട് പറയും. അവർക്കാണ് ഈ പ്രായമായവർക്കാണ് വിവരമില്ലാത്തത്, കാലത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ കൂടുതലും ചരിത്രം പഠിക്കുന്ന ആളെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഈ ഒരു വിഷയത്തിനെ നോക്കി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഒന്ന് എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ ചെറിയ പ്രായം തൊട്ടേ ചരിത്രത്തിലെ സോഷ്യൽ കാര്യങ്ങളെല്ലാം പഠിക്കുന്നതുകൊണ്ടാണ്ട് എനിക്ക് അന്ന് എങ്ങനെയാണ് കാലം എന്നുള്ളതൊക്കെ അറിയാം. ഞാൻ 90s കിഡിൽ ആ വിഭാഗത്തിൽപ്പെട്ടതാണ്. പക്ഷെ അതിന് മുമ്പ് എന്താണെന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിച്ചിട്ട സമയത്ത് ഇതുപോലെ ഒരു കോളേജ് ഡേ സമയത്ത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജാണ്. അതുപോലെ പള്ളിയിലുള്ള ആരോ ഒരാൾ, ഒരു ഭാരവാഹി വന്നിട്ട് പ്രസംഗിക്കുകയാണ്. ഇപ്പോഴത്തെ പിള്ളേരൊന്നും ശരിയല്ല, ഇപ്പോൾ ഇവിടെ മൊത്തം ഓൾഡ് ഏജ് ഹോമുകളാണ്, പ്രായമായ മാതാപിതാക്കളെ ഒന്നും നോക്കാതെ തള്ളിയിട്ട് പോവുകയാണ്, ഇപ്പോഴത്തെ പിള്ളേരുടെ ഭക്ഷണ രീതി ശരിയല്ല, നമ്മുടെയൊക്കെ കാലത്ത് കിലോമീറ്ററുകളോളം നടന്ന് ഇപ്പോഴത്തെ കുട്ടികളെ എനിക്ക് അറിഞ്ഞൂടെ ഇനി എന്താകും ഈ സമൂഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് ആരോഗ്യമില്ല, ഇങ്ങനെയുള്ള കുറേ അക്യൂസേഷൻസ് നടത്തിയിട്ട് പോവുകയാണ്. അപ്പം ഞാനിരുന്ന് ആലോചിച്ചു, പുള്ളി പറഞ്ഞ എല്ലാം ഫ്ലോപ്പാണ്. ഇപ്പോഴത്തെ ജനങ്ങൾക്കാണ് ശരിക്കും ആരോഗ്യമുള്ളത്. പിന്നെ ഓൾഡ് ഏജ് ഹോമും ഇതിൻ്റെയൊക്കെ കാര്യം, ഈ ഓൾഡ് ഏജ് ഹോമൊക്കെ സ്ഥാപിച്ചതാരാ? ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവർ, ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞ ഈ കാലഘട്ടത്തിലുള്ള. അതിനു മുമ്പുള്ള മാതാപിതാക്കളെ വഴിയിൽ തള്ളിയിട്ടിട്ടാണ് പോകുന്നത്. അതായത് ഒരു ലയബിലിറ്റി ആയി നമ്മുടെ അച്ഛനും അമ്മയോ എന്ന് തോന്നിയാൽ പണ്ടത്തെ ജനങ്ങൾ എന്താ ചെയ്യുന്നത്?
അല്ല ക്ഷേത്രനടയിലോ ആരും നോക്കാൻ നടയിൽ തള്ളുക. ഇതാണ് ഇത്. ഇവിടുത്തെ മാത്രമല്ല, ലോകത്തെ എല്ലായിടത്തും ഉള്ള ചിലർ ഒരുതരം കൊല്ലുന്ന രീതിയിലുള്ള നടപടികൾ തന്നെ നടത്തും. അപ്പോൾ അവിടെ നിന്ന് ഒരു ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞ സംഗതി വരുന്നു, അതിന് ഡൊണേഷൻസ് കൊടുക്കാൻ തയ്യാറാവുന്നു, അതൊക്കെ നല്ലൊരു സംഗതിയാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ ഹെൽത്തിൻ്റെ കാര്യം, ഇതും നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു സംഗതിയാണ്. പണ്ടത്തെ ആളുകൾ ഇപ്പോൾ വിഷം നിറഞ്ഞ ഭക്ഷണമാണ് കഴിക്കുന്നത്. പണ്ടത്തെ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ എത്ര ആയുസ്സുണ്ടായിരുന്നു. ഇതും തെറ്റായ ഒരു കാര്യമാണ്. നമ്മൾ റെക്കോർഡിക്കലായിട്ടുള്ള ഡേറ്റ ഉണ്ട്. 1921 ശരാശരി മനുഷ്യൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത് 25 വയസ്സേ ഉണ്ടായിരുന്നു. അറ്റ് ബർത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു 20-25 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 40-50 വയസ്സായിട്ടൊക്കെ ജീവിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഒരു ആവറേജ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും 40-45 വയസ്സൊക്കെയാണ് ഒരാളുടെ ആയുസ്. ഇതിൻ്റെ നമുക്ക് ഏറ്റവും തെളിവായിട്ട് നോക്കാം. ഒരു രാജ്യത്തിലാണ് ഞാൻ പഴയ ഇൻഡസ്ട്രിയൽ ഇതിൻ്റെ കാലത്തിന് മുമ്പുള്ള കാലമാണ് ഞാൻ പറഞ്ഞത്. ഒരു രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ചികിത്സയും ജീവിത സൗകര്യമൊക്കെ കിട്ടുന്നത് ആർക്കായിരിക്കും? ഒരു രാജ്യത്തിൽ സാധാരണ ജനങ്ങളെയും കാട്ടും ഏറ്റവും കിട്ടുന്നത് അവിടുത്തെ രാജാവിനായിരിക്കും. അതെ. ഈ രാജാക്കന്മാരിൽ പോലും നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ എല്ലാവരും 38, 40, 35. ധർമ്മരാജ മാത്രം കുറച്ച് 70 വരെ പോയി. ബാക്കി എല്ലാവരും 38, 35, 40 ഈ പ്രായം തന്നെയാണ് പോയത്. പിന്നെ മോഡേൺ മെഡിസിൻ്റെ വരവിന് ശേഷമാണ് ചിത്തിര തിരുനാളിനും ആ കാലഘട്ടത്തിൽ 1920 ആ ഒരു 20-ാം നൂറ്റാണ്ട് തുടക്കത്തിന് ശേഷമാണ്, മോഡേൺ മെഡിസിൻ്റെ വരവിന് ശേഷമാണ് പിന്നെ ഇവർക്കൊരു ലൈഫ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഒരു രാജ്യത്തിലെ ഏറ്റവും സൗകര്യങ്ങളും ലക്ഷറിയും ഒക്കെ ഏറ്റവും നല്ല ഭക്ഷണവും കിട്ടുന്ന രാജാവിന് പോലും ഇതാണ് ആയുസെങ്കിൽ സാധാരണക്കാരുടെ കാര്യം എന്താ ആലോചിച്ച് നോക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആരോഗ്യത്തിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ പണ്ടത്തെ കാലത്ത് ഇവർ ഗ്ലോറിഫൈ ചെയ്യുന്നത് പോലെ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം ഈ ലൈഫ് എക്സ്പെക്റ്റൻസിയുടെ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പം ആമയ്ക്ക് 120 വർഷം വരെയൊക്കെ ജീവിക്കാം, ആനയ്ക്ക് 70 വർഷം വരെ ജീവിക്കാം എന്നൊക്കെ. അതൊക്കെ അവർക്ക് ഏറ്റവും ഐഡിയൽ കണ്ടീഷൻ ആണെങ്കിൽ ജീവിക്കാമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഒരു പ്രകൃതിയിൽ വരുന്ന ആമയൊക്കെ ചിലപ്പോൾ ഒരു 20-25 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ ആയുസ് തീരും. പക്ഷേ അതിന് വേറെ പ്രൊഡേറ്റേഴ്സൊന്നും അവരെ ആക്രമിച്ചില്ലെങ്കിലാണ് അതുപോലെ പോകുന്നത്. അതുപോലെയാണ് മനുഷ്യരുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെയും കാര്യം. ഇവർക്കും ഇതുപോലെ നല്ല സുഖസൗകര്യങ്ങളും നല്ല ചികിത്സയും നല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ 80 വയസ്സിൽ കൂടുതൽ വരെയൊക്കെ പോകാൻ പറ്റും, 100 വയസ്സൊക്കെ എത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ പ്രാചീന കാലത്ത് ഈ സ്റ്റോൺ ഏജ് ഹണ്ടർ ഗ്യാദറേഴ്സൊക്കെ ആയിരുന്നപ്പോൾ 20-25 വയസ്സ് വരെയൊക്കെ പോവുള്ളൂ. ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത്. ഞാൻ വല്ല 100 വർഷം മുമ്പാണ് ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് 19ാമത്തെ വയസ്സിൽ ഡെങ്കിപ്പനി വന്നു. അത് നല്ല രീതിയിൽ ചികിത്സയൊക്കെ ചെയ്താണ് രക്ഷപ്പെട്ട. ആ കാലഘട്ടമായിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ വടിയായിരുന്നു. ഇനി വലിയ അസുഖവും വേണ്ട. നമ്മൾ സാധാ ഒരു പല്ലിലൊരു പോട് വന്ന് അല്ലെങ്കിൽ പല്ല് വശക്കേടായി വളരുന്നെന്ന് വെച്ചോ, ഇപ്പം നമുക്ക് അനസ്തേഷ്യ ഇതിൻ്റെ മരവിപ്പിച്ച് അതൊക്കെ എടുത്ത് മാറ്റി അതിൻ്റെയൊക്കെ പെയിൻ കില്ലറും ഒക്കെ തന്ന് ഇൻഫെക്ഷൻ ആവാതെയൊക്കെ ഒരു ഡെൻറ്റിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിന് നിസ്സാരം പല്ലിൻ്റെ പ്രശ്നം. ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു 200 വർഷം മുമ്പാണ് വശക്കേടായിട്ടൊരു പല്ല് വരണമെങ്കിൽ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ പാറക്കല്ലിട്ട് അടിച്ച് പൊട്ടിക്കണം, അതെടുത്ത് മാറ്റി അതിന് ബ്ലഡ് അതിനനുസരിച്ച് ഒരുക്കും, ഇൻഫെക്ഷനാവും. ഒരു പല്ലിൻ്റെ കേസാണ്. ഇതുപോലെ രാജകുടുംബങ്ങളിൽ ഒരു ചരിത്രത്തിൽ ഇംഗ്ലണ്ടിലൊരു രാജാവ് വലിയ യുദ്ധത്തിനായിട്ട് ആരും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ രാജാവാണ്. പക്ഷെ ഒരു കടന്നൽ വന്ന് കുത്തിപ്പുള്ളി മരിച്ചു. ഇതാണ്. അപ്പോൾ ഈ തന്തവൈബ് ടീംസ് പറയുന്നതാണ് ഈ മോഡേൺ മെഡിസിൻ ആളുകളെ ഒരുപാട് മരുന്നുകൾക്ക് അടിമകളാക്കുന്നു. നമ്മുടെ പഴയ പ്രകൃതി ചികിത്സ, ഇപ്പം പ്രകൃതി ചികിത്സ ഞാനിപ്പം ആയുർവേദം ഒക്കെ പറയുന്നത് അക്കാലത്ത് ഉണ്ടായിരുന്ന ഏക ഓപ്ഷനായിരുന്നു. ഇപ്പോൾ പുതിയ ഫെസിലിറ്റീസ് വരുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം. പക്ഷേ അത് വെക്കാതെ നമ്മൾ ആ പഴമയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിപ്പം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം ഒരുപാട് സയൻറ്റിഫിക് മെഡിക്കൽ ജേർണലുകളിലെല്ലാം അത് പ്രൂവ് ചെയ്തിട്ട് ഇങ്ങനെ ആയുർവേദത്തിനെ പൂർണ്ണമായിട്ട് തള്ളിപ്പറയുന്നതായിട്ട് നടന്നിട്ടില്ല. അതെ, അങ്ങനെ ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. അല്ലാതെ നമ്മൾ പഴമ ആയതുകൊണ്ട് അത് ബെസ്റ്റ് എന്ന് പറയാൻ, ഇപ്പം നമ്മളെ പഴയ സാമ്രാജ്യങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും ഗോൾഡൻ ഏജ് സുവർണ്ണകാലം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ സാംസ്കാരിക മേഖലയിൽ കുറേ കലാസൃഷ്ടികൾ വരുന്നു എന്നുള്ളൂ. ജനങ്ങളുടെ കാര്യം അന്നും ഇന്നും ഒക്കെ മനസ്സിലായല്ലോ. ഇപ്പോഴാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം
നമ്മൾ ചരിത്രം പരിശോധിച്ചാലും 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ലോകത്തുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം അതെ വെൽഫെയറിൻ്റെ കാര്യത്തിൽ ലൈഫ് എക്സ്പെക്റ്റൻസി ആണെങ്കിൽ ഇപ്പം വേറൊരു കാര്യം ഞാൻ പറയാം. നമുക്കിപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. ഇന്ന് ദോശ കഴിച്ചാൽ നാളെ നമുക്ക് വേണമെങ്കിൽ പുട്ട് കഴിക്കാം, അപ്പം കഴിക്കാം. പണ്ട് കേരളത്തിലെ ആൾക്കാരെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ മസാലയും പൊടികളും ഒന്നുമില്ല, അട്ടിയമ്മാവൊന്നുമില്ല. 3 നേരവും ചിലപ്പോൾ 2 നേരമേ കിട്ടുള്ളൂ, കഞ്ഞി മാത്രം, ചോറ് മാത്രം. അല്ല, ഇടക്കാലത്ത് അരി വരെ റേഷനായിരുന്നല്ലോ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. കുറച്ചേ അരി കിട്ടുള്ളൂ. ഇത് ഞാനൊരു 200 വർഷം മുമ്പുള്ള കാര്യം പറയുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഞാൻ ഈ ചില ഇത് പറഞ്ഞ ഈ തന്തവൈബുള്ള ആളുകളടുത്ത് പണ്ട് സംസാരിച്ചപ്പോൾ അവർ പറയാം പണ്ട് അമ്മിക്കല്ലിൽ അരച്ച ചമ്മന്തി ആവുമ്പോഴത്തേക്കും അതിലുള്ള കാൽഷ്യമും കൂടെ ശരീരത്തിൽ പോവുമായിരുന്നു. അതുകൊണ്ടാണ് അന്നുള്ള ആളുകൾക്ക് ശക്തിയുള്ളത്. ഇപ്പോഴത്തെ പിള്ളേർ മിക്സിയിലരച്ച ചമ്മന്തിക്ക് എന്താണ് ഗുണം? അന്ന് ഈ അമ്മിക്കല്ലിലുള്ള കാൽഷ്യം, അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ളത് എനിക്കറിയില്ല, എന്നാലും കാൽഷ്യം വരുന്നെങ്കിൽ അത് മാത്രമേ ഉള്ളൂ കാൽഷ്യം സോഴ്സ്. ഇന്നത്തെ പോലെ പാല് കിട്ടൂല, അതുപോലത്തെ ഉള്ളതൊന്നും കിട്ടാത്തൊരു കാലമായിരുന്നു. ഇപ്പോൾ ഇനി അഥവാ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള ടാബ്ലറ്റുകളെല്ലാം റെഡിയായിട്ട് അവൈലബിളാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഞാൻ ഇത്രയും പോയിന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ പണ്ട് കാലമായിരുന്നു നല്ലത്, ഇപ്പോൾ എല്ലാം മോശമായിരുന്നു എന്നുള്ളതിന് പൊതുവായിട്ട് പറഞ്ഞാണ്. അത് ഹെൽത്തിൻ്റെ കാര്യമാണെങ്കിലും വെൽഫെയറിൻ്റെ കാര്യമാണെങ്കിലും ജീവിത സൗകര്യങ്ങളുടെ കാര്യമാണെങ്കിലും ഇതെല്ലാം ഇപ്പോഴത്തെ ഈ 1950s ശേഷമുള്ള കാലത്തായിരുന്നു. അല്ല, ഇതിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളെക്കാട്ടിയും കൂടുതൽ സൗകര്യങ്ങൾ നാളെ നമ്മുടെ അടുത്ത തലമുറകൾക്ക് ലഭിക്കും. അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടതും. അല്ലാതെ പിന്നോട്ട് നോക്കിയാൽ ഇരുന്നിട്ട് കാര്യമില്ല. അല്ല, ഇടക്കാല ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഭൂതകാലത്തേക്ക് നോക്കുക, ഭൂതകാലത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് മുന്നോട്ട് നടക്കാനും കൂടെ പറഞ്ഞിരുന്നു. ഭൂതകാലത്തിൽ നോക്കി നന്നായിരുന്നു എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല.